പാനൂർ വിഷ്ണുപ്രിയ വധക്കേസിൽ വിധി വന്നിരിക്കുന്നു. പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനെന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. സജോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? സജോ, കേൾക്കാമോ? പാനൂർ വിഷ്ണുപ്രിയ വധക്കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, പാനൂർ വിഷ്ണുപ്രിയ വധക്കേസിൽ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് AV മൃദുലയാണ് അല്പസമയം മുൻപ് വിധി പറഞ്ഞത്. പ്രതി മാനന്തേരി സ്വദേശി ശ്യാംജിത്ത് കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തി. ഇതിനിപ്പോൾ ഇതിന്മേലുള്ള വാദിഭാഗത്തിനും പ്രതിഭാഗത്തിനും ഹിയറിങ്ങിനുള്ള അവസരം കൂടി ഉണ്ടാകും. അതായത് ശിക്ഷ സംബന്ധിച്ച് പ്രോസിക്യൂഷൻ സമർപ്പിക്കാനുള്ള വാദങ്ങൾ അവതരിപ്പിക്കാം. അതിനുശേഷം പ്രതിഭാഗത്തിന് എന്തെങ്കിലും ഖണ്ഡിക്കാനുണ്ടെങ്കിൽ അതിനുമുള്ള അവസരം നൽകും. അതിനുശേഷം ശിക്ഷയിന്മേൽ വിധി പ്രസ്താവം ഒരുപക്ഷെ ഇന്ന് തന്നെയോ അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്കോ ഉണ്ടാകും. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കോടതി അംഗീകരിച്ചു എന്നത് തന്നെയാണ്. 2022 കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. പ്രണയം തകർന്നതിന്റെ പകയിൽ പ്രണയത്തിൽ നിന്ന് പെൺകുട്ടി പിന്മാറിയതിന്റെ പകയിൽ വീട്ടിൽ അതിക്രമിച്ച് കയറി അതിനിഷ്ഠൂരമായി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസാണ്. ഈ സംഭവത്തെ സംബന്ധിച്ച് പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദങ്ങൾ പ്രതി ഒറ്റയ്ക്ക് വിപുലമായ ആസൂത്രണം നടത്തി ആയുധങ്ങളെല്ലാം സംഭരിച്ച് വീടിനകത്ത് അതിക്രമിച്ച് കയറി ക്രൂരമായി കൊലപ്പെടുത്തി എന്നതാണ്. പരമാവധി ശിക്ഷ എന്ന വാദത്തിന്മേൽ ഉറച്ചു നിൽക്കുകയുമായിരുന്നു. അതിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ പറഞ്ഞത് അതിനിഷ്ഠൂരമായ കൊലയാണ്. വിഷ്ണുപ്രിയയുടെ കഴുത്ത് 75% അറ്റുതൂങ്ങിയിരുന്നു. 29 മുറിവുകൾ ശരീരത്തിൽ കണ്ടെത്തി. അതിൽ 10 മുറിവുകൾ മരണത്തിന് ശേഷമാണ്. അത്രയും നിഷ്ഠൂരമായ കൊലയാണ്. പ്രണയം തകർന്നതിന് പിന്നാലെയാണ് ഇത് ആസൂത്രണം ചെയ്തത്. സ്വന്തം നിലയ്ക്ക് ആയുധങ്ങൾ വാങ്ങി ആയുധങ്ങൾ നിർമ്മിച്ചു അവയുമായി എത്തിയാണ് ഇത്ര ക്രൂരമായി അതിക്രമം നടത്തിയത്. അതിന്റെ ഭാഗമായി പ്രധാനമായും ശാസ്ത്രീയ തെളിവുകളാണ്. ഈ കൃത്യത്തിന് നേരിട്ട് ദൃക്സാക്ഷികളില്ല. കുടുംബാംഗങ്ങൾ മരണാനന്തര ചടങ്ങിനു വേണ്ടി മറ്റൊരു വീട്ടിലായിരിക്കുമ്പോൾ വിഷ്ണുപ്രിയ ആ വീട്ടിലേക്ക് അവിടെ നിന്ന് എത്തിയതാണ് വസ്ത്രം മാറാനും മറ്റും. ആ സമയത്ത് ഒറ്റയ്ക്കായിരുന്നു. നേരിട്ട് ദൃക്സാക്ഷികളില്ല. പക്ഷേ വിഷ്ണുപ്രിയയുടെ പൊന്നാനി സ്വദേശിയായ സുഹൃത്ത് വീഡിയോ കോൾ വഴി പ്രതിയെ കണ്ടിരുന്നു. ആ സാക്ഷിമൊഴി ഈ കേസിൽ ഏറ്റവും നിർണായകമാണ്. അതായത് വിഷ്ണുപ്രിയ സുഹൃത്തുമായി വീഡിയോ കോളിൽ സംസാരിച്ചു കൊണ്ടിരിക്കവെയാണ് പ്രതി ശ്യാംജിത്ത് വീടിനകത്തേക്ക് അതിക്രമിച്ച് കയറുന്നത്. ആ 13 സെക്കൻഡ് വീഡിയോ ദൃശ്യങ്ങളാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ കാര്യം. അതിൽ പൊന്നാനി സ്വദേശിയായ ഈ സുഹൃത്തിന്റെ മൊഴി, ഈ പ്രതിയെ കണ്ടുവന്നൊരു പ്രധാനപ്പെട്ട മൊഴിയുണ്ട്. മറ്റൊന്ന് ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും എല്ലാം പ്രോസിക്യൂഷന് കുറ്റപത്രത്തിന്റെ ഭാഗമായി സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ്. ആയുധങ്ങളെല്ലാം വീണ്ടെടുക്കാൻ കഴിഞ്ഞു. സാഹചര്യ തെളിവുകൾ, പ്രതി എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ, ഒപ്പം ഈ സാക്ഷിമൊഴി, ഒപ്പം പ്രതി ഈ സ്ഥലത്തേക്ക് എത്തി നിരീക്ഷണം നടത്തുന്നത് കണ്ട സാക്ഷിമൊഴികൾ, അങ്ങനെ സാക്ഷിമൊഴികൾ, സാഹചര്യ തെളിവുകൾ, ഒപ്പം ശാസ്ത്രീയ തെളിവ്, DNA പരിശോധന അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകളെല്ലാം പ്രതിക്ക് എതിരായിരുന്നു. ആ കാര്യത്തിൽ പ്രോസിക്യൂഷന് വിജയകരമായി കോടതിയിൽ വാദിക്കാൻ കഴിഞ്ഞു. ആ തെളിവുകളെല്ലാം കോടതിയെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അതിൽ പ്രധാനമായും പ്രധാനപ്പെട്ട തൊണ്ടിമുതലുകളെല്ലാം തന്നെ കണ്ടെത്താൻ കഴിഞ്ഞതാണ്. അവയെല്ലാം പ്രതിയുടെ വീടിന് സമീപത്തു നിന്ന് തന്നെ തൊണ്ടിമുതലുകളെല്ലാം വീണ്ടെടുക്കാനായി എന്നത് ഈ കേസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഈ പ്രതി ഒപ്പം ഡിജിറ്റൽ തെളിവുകളുണ്ട്. പ്രതി കൊല നടത്തുന്നതിന് വേണ്ടി വിപുലമായ ആസൂത്രണം നടത്തി. ഓൺലൈനിൽ ഈ കൊല നടത്തുന്നതുമായി ബന്ധപ്പെട്ട് സെർച്ചുകൾ നടത്തി. ആ സെർച്ച് ഹിസ്റ്ററി ഉണ്ട്. ഒപ്പം ഓൺലൈനിൽ ഒരു ആയുധം ഓർഡർ ചെയ്ത് വാങ്ങിച്ചു. മറ്റ് സാധനങ്ങൾ നേരിട്ട് ആയുധങ്ങൾ കത്തിയടക്കം സ്വയം നിർമ്മിച്ചു. ചുറ്റിക കടയിൽ പോയി വാങ്ങിച്ചു. അതിനുള്ള തെളിവുകളുണ്ട്. ഒപ്പം സിനിമ, 5-ാം പാതിര സിനിമയടക്കം പലതും കണ്ട് ഈ കുറ്റകൃത്യം എങ്ങനെ നടത്തണം, കൊല എങ്ങനെ നടത്തണം, നിർവഹിക്കണം എന്നത് സംബന്ധിച്ച് വിശദമായ പഠനം നടത്തി. അതിൻ്റെ ഡിജിറ്റൽ രേഖകൾ ഒന്നടങ്കമുണ്ട്. ഒപ്പം ഈ സാക്ഷിമൊഴികളെല്ലാം വിജയകരമായി, ഒരു പ്രോസിക്യൂഷൻ സാക്ഷി പോലും കൂറുമാറാത്ത കേസ് കൂടിയാണ്. അങ്ങനെ ആ സാക്ഷിമൊഴികളെല്ലാം ഒത്തുവന്നു. ഒപ്പം ശാസ്ത്രീയ തെളിവുകളെ പ്രധാനമായും പ്രോസിക്യൂഷൻ ആശ്രയിച്ചു. അതെല്ലാം പ്രധാനമായും ഈ കേസിനെ സംബന്ധിച്ച് സഹായകരമായി വന്നു. ഇവ പരിഗണിച്ചാണ് ഇപ്പോൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഇതിന്മേൽ പരമാവധി ശിക്ഷ, അതായത് 302 അടക്കം വിവിധ വകുപ്പുകളാണ്, കൊലയടക്കമുള്ള വിവിധ വകുപ്പുകളാണ്. അതിന്മേൽ പരമാവധി ശിക്ഷ എന്ന വാദമാണ് പ്രോസിക്യൂഷൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. ഇനിയിപ്പോൾ അതിന്മേലുള്ള അന്തിമ ഹിയറിങ്ങിനുള്ള അവസരമാണ്. അപ്പോഴും ഇത് എത്രമാത്രം ക്രൂരമായ ഒരു കുറ്റകൃത്യമാണ്. ഒരു പ്രണയം തകർന്നു, അങ്ങനെ ഒരു പ്രണയപ്പകയാണ്. ആ ഒരു പകയുടെ പേരിൽ എത്ര ക്രൂരമായ അതിക്രമം പ്രതി നടത്തി. അത് ശരീരത്തിലടക്കം 29 മുറിവുകളേറ്റു. അതിനുവേണ്ടി എത്രത്തോളം ആസൂത്രണം നടത്തി, ഒറ്റയ്ക്ക് വിപുലമായ ആസൂത്രണം നടത്തി. അത് പ്രതിയുടെ ഈ ക്രൂര കൃത്യം എത്ര ആഴമുള്ളതാണ് എന്ന് തെളിയിക്കുന്നതാണ് എന്ന് കുറ്റപത്രത്തിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. കാരണം 35 ദിവസം കൊണ്ട് തന്നെ ഈ കേസിന്മേൽ കുറ്റപത്രം സമർപ്പിക്കാനും 15 മാസം കൊണ്ട് വിചാരണ പൂർത്തീകരിക്കാനും, അങ്ങനെ അതിവേഗത്തിൽ അന്വേഷണവും വിചാരണയും ഒക്കെ പൂർത്തീകരിച്ച ഒരു കേസ് കൂടിയാണ്. ഈ കേസിന്റെ ഒരു സ്വഭാവം പരിഗണിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നത് പ്രതിയുടെ സ്വഭാവം, മനോനില ഒക്കെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിഷ്ണുപ്രിയയുടെ ആൺ സുഹൃത്തിനെ കൂടി കൊലപ്പെടുത്താൻ ഈ പ്രതി ഉദ്ദേശിച്ചിരുന്നു, ലക്ഷ്യമിട്ടിരുന്നു. അത് കുറ്റസമ്മത മൊഴിയിലുണ്ട് എന്ന് മാത്രമല്ല അയാളെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിയത് ഒക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അടക്കം അയാളെ കൂടി കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നു. അപ്പോൾ മറ്റൊരു കുറ്റകൃത്യം കൂടി യഥാർത്ഥത്തിൽ ഇയാൾ ആസൂത്രണം ചെയ്തിരുന്നു. മറ്റൊന്ന് ആ ഘട്ടത്തിൽ പ്രതി നൽകിയ ഒരു മൊഴിയാണ്. അറസ്റ്റിലാവുമ്പോൾ ഇയാൾക്ക് 25 വയസ്സാണ് ഉണ്ടായിരുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനോട് അയാൾ പറഞ്ഞ് ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ
വെളിപ്പെടുത്തൽ കൂടിയും പലപ്പോഴും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അതായത് 14 വർഷം തനിക്ക് തടവ് കിട്ടിയാലും അതിനുശേഷം പുറത്തിറങ്ങി താൻ ജീവിച്ചോളാം എന്ന് ഞെട്ടിക്കുന്ന പ്രതികരണം അയാൾ നടത്തിയിരുന്നു. ഏതെങ്കിലും തരത്തിൽ കുറ്റബോധം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ജഡ്ജ് പ്രതിയോട് എന്തെങ്കിലും ഈ ഘട്ടത്തിൽ പറയാനുണ്ടോ എന്ന് ആരാഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഒരു പ്രതികരണവും അയാൾ കോടതിയിൽ നടത്തിയിട്ടില്ല. ഈ കുറ്റകൃത്യത്തിന് ശേഷം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇയാൾക്ക് കുറ്റബോധം ഉണ്ടായിട്ടേ ഇല്ല എന്നതാണ് പ്രോസിക്യൂഷന്റെ ഒരു പ്രധാനപ്പെട്ട വാദം. അതുകൊണ്ട് തന്നെയാണ് പരമാവധി ശിക്ഷയിലേക്ക് പോകണം എന്ന വാദം ഉന്നയിച്ചത്. മറ്റൊന്ന്, പ്രണയം തകർന്നു, പലപ്പോഴും അതേ പ്രണയം തിരികെ വരണം എന്ന് അയാൾ പലതവണ ആവശ്യപ്പെട്ടു. പക്ഷേ അതിന് വിഷ്ണുപ്രിയ തയ്യാറായില്ല. അതിന് പിന്നാലെ ഇവരെ നിരന്തരമായി നിരീക്ഷിച്ചു. എങ്ങനെ കൊല നടത്തണമെന്ന വിപുലമായ ആസൂത്രണം നടത്തി, ആയുധങ്ങൾ വാങ്ങി, അതിനുശേഷം പല സ്ഥലങ്ങളിൽ വെച്ച് ഈ പെൺകുട്ടിയെ നിരീക്ഷിച്ചു. പിന്നീട് പിന്തുടർന്ന് വീടിന്റെ പരിസരത്തെത്തി അതെല്ലാ ആയുധങ്ങളും സംഘടിപ്പിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരെ വഴിതെറ്റിക്കാൻ അടക്കമുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അയാളുടെ കൈവശം ഇരുതല മൂർച്ചയുള്ള ഒരു കത്തി ഉണ്ടായിരുന്നു. ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വാങ്ങിച്ച ഇലക്ട്രിക് കട്ടർ, ഹാൻഡി കട്ടർ ഉണ്ടായിരുന്നു. മറ്റ് കത്തികളും ആയുധങ്ങളും ചുറ്റികയും ഉണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ മുളക് പൊടിയും ബാർബർ ഷോപ്പിൽ നിന്ന് ശേഖരിച്ച മുടിയും ഒക്കെ ശേഖരിച്ചിരുന്നു. അതായത് ഒരു ഈ കുറ്റകൃത്യത്തിന് വേണ്ടി എല്ലാ തരത്തിലും അയാൾ സജ്ജമായിരുന്നു. അവിടെ ഇത് വിതറി അന്വേഷണത്തെ വഴിതെറ്റിക്കാം എന്നയാൾ ലക്ഷ്യമിട്ടിരുന്നു. ഒപ്പം ഈ ആയുധങ്ങൾ അദ്ദേഹം കൃത്യമായി തന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എന്ന് മാത്രമല്ല, ഈ കുറ്റകൃത്യം നടത്തിയതിനു ശേഷം പിതാവിൻ്റെ കടയിലെത്തി അവിടെ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നു, ഹോട്ടലിലെത്തി ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന പ്രവൃത്തിയിൽ അദ്ദേഹം ഏർപ്പെട്ടു. അങ്ങനെ ഈ ചെയ്ത കുറ്റകൃത്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു കുറ്റബോധം ഉണ്ടായിരുന്നില്ല, ഭയമൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു വിപുലമായ ആസൂത്രണം നടത്തി അങ്ങനെ കുറ്റവാസനയും ഇത്രയും ക്രൂരമായ മനോനിലയും വെച്ചു പുലർത്തുന്ന ആളാണ് പ്രതി എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ കുറ്റകൃത്യത്തിൻ്റെ ഭാഗമാക്കിയ സാക്ഷിമൊഴികൾ പ്രോസിക്യൂഷൻ സാക്ഷികളെ തന്നെ എടുക്കുകയാണെങ്കിൽ പ്രോസിക്യൂഷനിലെ പ്രധാനപ്പെട്ട സാക്ഷികളായി ഉണ്ടായിരുന്നത് ഏറ്റവും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ കൊലയാളിയെ കൊല നടത്താൻ എത്തുമ്പോൾ ശ്യാംജിത്തിനെ വീഡിയോ കോളിൽ കണ്ട പൊന്നാനിക്കാരനായ വിഷ്ണുപ്രിയയുടെ സുഹൃത്തിൻ്റെ മൊഴി തന്നെയാണ്. അതിനുശേഷം സമീപത്തുള്ള ആളുകൾ ഇയാൾ വാഹനത്തിൽ എത്തുന്നത്, ഇയാൾ വിഷ്ണുപ്രിയ ജോലി ചെയ്യുന്ന ക്ലിനിക്കിലെത്തി അവിടെ വിഷ്ണുപ്രിയ ഉണ്ടോ എന്ന് നോക്കിയിരുന്നു, നിരീക്ഷിച്ചിരുന്നു. അതിൻ്റെ CCTV ദൃശ്യങ്ങളുണ്ട്. ആ ഘട്ടത്തിൽ ഇയാളെ കണ്ട പ്രതികളുണ്ട്. ഇയാൾ വേഗത്തിൽ വാഹനം ഓടിച്ച് തിരികെ പോകുന്നത് കണ്ട ആളുകളുണ്ട്. ഇവിടെ എത്തിക്കാൻ നിരീക്ഷിച്ച ആളുകളുണ്ട്. അങ്ങനെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അറിയുന്ന ആ ഘട്ടത്തിൽ കൊല നടന്ന സമയങ്ങളിലും അതിനുശേഷവും ഉണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ച് നേരിട്ട് ഇയാളെ കണ്ട ആളുകളുടെ ദൃക്സാക്ഷി മൊഴിയുണ്ട്. പക്ഷേ കൃത്യം നേരിട്ട് കണ്ട ദൃക്സാക്ഷികൾ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ശാസ്ത്രീയ തെളിവും സാഹചര്യ തെളിവും വീഡിയോ കോളിലൂടെ കണ്ട ഈ സാക്ഷിമൊഴിയും വെച്ച് മാത്രം പ്രോസിക്യൂഷന് വിജയകരമായി ഈ കേസിന്റെ വാദം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അത് കോടതി പൂർണ്ണമായും അംഗീകരിക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമായി തന്നെ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. ഒപ്പം ഇനിയിപ്പോൾ പ്രോസിക്യൂഷൻ നേരത്തെ ആവർത്തിച്ച് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും വലിയൊരു ക്രൂരകൃത്യമാണ്, ചെറിയ പ്രായമാണ്. പക്ഷേ അപ്പോഴും ഇത്രയും വലിയ പക, അതിനുവേണ്ടി വിപുലമായ ആസൂത്രണം, ഇനിയും പ്രതിക്ക് എന്തെങ്കിലും ഇളവ് ലഭിച്ചാൽ വീണ്ടും കൊല നടക്കാനുള്ള സാധ്യത എന്നടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 49 പ്രോസിക്യൂഷൻ സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. ഒപ്പം പ്രധാനപ്പെട്ട തൊണ്ടിമുതലുകളെല്ലാം വീണ്ടെടുക്കാനായി. ഒപ്പം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ, പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് സർജന്റെ മൊഴിയടക്കം പ്രോസിക്യൂഷൻ പ്രധാനമായും ആശ്രയിച്ചിരുന്നു. അതും പ്രധാനപ്പെട്ടതാണ്. അതായത് 29 മുറിവുകളും എത്രത്തോളം ക്രൂരമായി കൃത്യം അയാൾ നിർവഹിച്ചു എന്നതടക്കമുള്ള തെളിവുകൾ, അതിനുശേഷമുള്ള അയാളുടെ യാത്ര, കുറ്റബോധമില്ലായ്മ, ആയുധങ്ങൾ തന്നെ വിപുലമായ ആയുധങ്ങൾ. ഈ കൊല കൃത്യമായി നടത്തണമെന്ന് മാത്രമല്ല, പബ്ലിക് സ്പേസിൽ വെച്ചല്ല, ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയതിന് ശേഷമാണ് ഈ അക്രമം നടത്തിയത്. അതും ഈ കൊലയുടെ ഇന്റൻസിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ട്. എത്രത്തോളം മികച്ച ആസൂത്രണം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ എന്നതിൻ്റെ ഒരു സൂചകം കൂടിയാണത്. ചുറ്റിക, ഉളി, ഇരുതല മൂർച്ചയുള്ള കത്തി, ഇലക്ട്രിക് കട്ടർ, സൈക്കിൾ ചെയിൻ, ഇടിക്കട്ട, ചുറ്റിക എന്നിവയൊക്കെ ഇയാളുടെ ബാഗിലുണ്ടായിരുന്നു. അത് പിന്നീട് കണ്ടെത്തിയതാണ്. അതടക്കം ഈ കേസുമായി സംബന്ധിക്കുന്ന എല്ലാ തെളിവുകളും വളരെ കൃത്യമായി, ശാസ്ത്രീയമായി, ഫലപ്രദമായി കുറ്റപത്രത്തിന്റെ ഭാഗമാക്കാൻ വിചാരണയിൽ കൃത്യമായി പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ സാധാരണഗതിയിൽ തന്നെ നടക്കുക, കുറ്റക്കാരനാണ് എന്ന് കോടതിയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശിക്ഷ, എത്രയാണ് ശിക്ഷ എന്നത് സംബന്ധിച്ച് വിധിക്കുക എന്നതാണ്. അതിന്മേൽ പക്ഷേ ഇരുവിഭാഗത്തിനും, പ്രോസിക്യൂഷനും പ്രതിഭാഗത്തിനും വാദങ്ങൾ അവതരിപ്പിക്കാനുള്ള ഹിയറിംഗ് അവസരമാണ് സ്വാഭാവികമായും നൽകുക. അല്പസമയം മുൻപ് ഈ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിന് ശേഷം ഇതിന്റെ പ്രോസിക്യൂട്ടർ K. അജിത് കുമാറാണ്, അദ്ദേഹവുമായി നമ്മൾ സംസാരിച്ചിരുന്നു. പരമാവധി ശിക്ഷ നൽകണം എന്ന വാദം തന്നെയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ പ്രതിയുടെ മനോനില, ഈ കുറ്റകൃത്യത്തിന്റെ ആഴം, ഇത്രയും ക്രൂരമായ കൊലപാതകം, അതുതന്നെ ഈ 10 മുറിവുകൾ വിഷ്ണുപ്രിയയുടെ ശരീരത്തിൽ കണ്ടെത്തിയ പോലീസ് സർജന്റെ മൊഴിയാണ്, ഫോറൻസിക് സർജന്റെ മൊഴി തന്നെ പരിശോധിച്ചാൽ ഈ പെൺകുട്ടി മരിച്ചു എന്ന് മനസ്സിലാക്കിയിട്ടും പക തീർക്കാനായി വീണ്ടും ആക്രമിച്ചു. ഒരു നിലയ്ക്കും രക്ഷപ്പെടരുത്, ഇരു കൈകളും കാലുകളും അല്ലെങ്കിൽ വെയിനുകൾ കട്ട് ചെയ്തു, ശരീരത്തിലും വയറിലും ആകമാനം കുത്തി, കഴുത്ത് അറുത്തു നീക്കാൻ പരമാവധി ശ്രമിച്ചു. അതിനുശേഷം രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയാണ് ഉപേക്ഷിച്ചു പോയത്. ചുറ്റിക കൊണ്ട് തലയ്ക്ക്
അടിച്ച് വീഴ്ത്തുകയാണ് ചെയ്തത്. അങ്ങനെ അതിക്രൂരമായ അതിക്രമമാണ് ഇദ്ദേഹം നടത്തിയത്. ഈ പെൺകുട്ടിയുമായി സൗഹൃദമുണ്ടായിരുന്നു, അതിനുശേഷം പ്രണയത്തിൽ നിന്ന് പിന്നാലെ പെൺകുട്ടി പിന്മാറുകയാണ്. അതിനുശേഷം പലതവണ ഇയാൾ ആവശ്യപ്പെട്ടു തന്നോടൊപ്പം തന്നെ വരണം, തന്നിലേക്ക് തന്നെ തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ മറ്റൊരു സുഹൃത്തുമായി വിഷ്ണുപ്രിയ പ്രണയത്തിലായി എന്ന സംശയം ഈ അദ്ദേഹത്തിന് രൂപപ്പെട്ടു, ശ്യാംജിത്തിന്. അങ്ങനെയാണ് ശ്യാംജിത്ത് അന്നു മുതലാണ് കൊല ആസൂത്രണം ചെയ്തത്. അതിനുവേണ്ടി കുറച്ചധികം നാളുകളെടുത്ത് ആസൂത്രണം ചെയ്തു. പല സിനിമകളും കണ്ടു, യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്ത് എങ്ങനെ കൊല നടത്താം എന്ന് പഠിച്ചു. അതിനുവേണ്ടി ആയുധങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ആയുധങ്ങൾ തന്നെ, ചില ആയുധങ്ങൾ അരം ഉപയോഗിച്ചും കത്തിയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്, ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി എല്ലാം സജ്ജമായി. അവയെല്ലാം ഒരു ബാഗിൽ തയ്യാറാക്കി എവിടെ വെച്ച് എങ്ങനെ നടത്തണം എന്നത് സംബന്ധിച്ച് പഠനം നടത്തി. അതിനുശേഷം വിഷ്ണുപ്രിയയെ നിരീക്ഷിച്ചു. ക്ലിനിക്കിലെത്തി നിരീക്ഷിച്ചില്ല എന്ന് മനസ്സിലാക്കിയാണ് വീട്ടിലേക്ക് എത്തിയത്. അവിടെ ആരും ഇല്ല, അനുകൂല സാഹചര്യമെന്ന് മനസ്സിലാക്കിയ കൃത്യം നിർവഹിച്ചു. അങ്ങനെ വിപുലമായ ഒരു ആസൂത്രണം, ഏകപ്രതിയാണ്. ആ ഏകപ്രതി ഇത്രയും വിപുലമായ ആസൂത്രണം നടത്തി എന്നതടക്കം ഈ കേസിൻ്റെ ഒരു സാഹചര്യമൊക്കെ പരിശോധിക്കുമ്പോൾ അപൂർവ സ്വഭാവത്തിലുള്ള ഒരു അതിക്രമമാണ്. ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആസൂത്രണവും ആ കൃത്യം നടപ്പിലാക്കിയതുമൊക്കെ ഒരു അപൂർവ സ്വഭാവത്തിലുള്ള കുറ്റകൃത്യം എന്ന നിലയ്ക്ക് തന്നെ പരിഗണിക്കപ്പെടേണ്ടതാണ്. നാടിനെ ആകെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നു. കാരണം ഈ കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് വിഷ്ണുപ്രിയയുടെ വീടിന് സമീപത്ത് തന്നെയുള്ള കുടുംബ വീട്ടിൽ അവരുടെ ഒരു മരണാനന്തര ചടങ്ങ്, ബന്ധുവിൻ്റെ ഒരു മരണാനന്തര ചടങ്ങ് നടക്കുന്നുണ്ടായിരുന്നു. വിഷ്ണുപ്രിയ അടക്കം അവിടെയായിരുന്നു, മാതാപിതാക്കളും എല്ലാം അവിടെയായിരുന്നു. വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം മറ്റ് വസ്ത്രം മാറാനും മറ്റുമൊക്കെയാണ് തൊട്ടടുത്ത സ്വന്തം വീട്ടിലേക്ക് തന്നെ വിഷ്ണുപ്രിയ വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഫോൺ കോൾ വരുന്നത്. ആ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഘട്ടത്തിൽ അത് കൃത്യമായി സമീപങ്ങളൊക്കെ കൃത്യമായി ബൈക്ക് ഇരുചക്ര വാഹനത്തിൽ എത്തിയതിനു ശേഷം പ്രതി ശ്യാംജിത്ത് നിരീക്ഷിച്ചുറപ്പാക്കി വിഷ്ണുപ്രിയ മാത്രമേ വീട്ടിൽ ഉണ്ടാവുകയുള്ളൂ എന്നൊരു നിഗമനത്തിലേക്ക് അയാൾ എത്തി. അങ്ങനെ വീടിനകത്ത് കയറിയാണ് ഈ അതിക്രമം നടത്തുന്നത്. അതിനുശേഷം അതിനെല്ലാം ഇയാൾ ആസൂത്രണം ചെയ്തു. മാസ്ക് വെച്ചു, മുഖം മറച്ചു, തൊപ്പി ധരിച്ചു, ആളെ തിരിച്ചറിയാനുള്ള മുൻകരുതലൊക്കെ എടുത്തു. അതിനുശേഷവും യാതൊരു കുറ്റബോധവും പ്രതി പ്രകടിപ്പിച്ചില്ല. ഏതായാലും പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വളരെ വിജയകരമായി ഈ കേസ് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ് കോടതിയുടെ ഈ കുറ്റക്കാരനാണെന്നുള്ള കണ്ടെത്തൽ. ശിക്ഷാവിധി എന്താണെന്നുള്ളത് വൈകാതെ തന്നെ അറിയാൻ കഴിയും. ഒരുപക്ഷെ ഇന്നായിരിക്കും, അതല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് ശിക്ഷാവിധി വെക്കുകയും ചെയ്യും. ശരി, വളരെ പ്രധാനപ്പെട്ട ഒരു കോടതി വിധിയാണ് വന്നിരിക്കുന്നത്. പാനൂർ സ്വദേശി വിഷ്ണുപ്രിയയുടെ കൊലപാതകത്തിൽ പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരൻ എന്ന് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി AV മൃദുല വിധി പ്രസ്താവിച്ചിരിക്കുന്നു. ശിക്ഷയുമായി ബന്ധപ്പെട്ട വാദം അല്പസമയത്തിനകം ആരംഭിക്കും. ഒരുപക്ഷെ ശിക്ഷാവിധിയും ഇന്ന് തന്നെ ഉണ്ടാകും. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ വാർത്തയുടെ അടക്കം വിശദാംശങ്ങളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.